ഹായ്, എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സലാഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഡയറ്റൊക്കെ നോക്കുന്നവരൊക്കെ ഈ ചിക്കൻ പല രീതിയിൽ കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ചിക്കൻ ഈ രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ ഈ ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലെ ചിക്കൻ ബ്രസ്റ്റ് എന്നും പറഞ്ഞ് നമുക്ക് മേടിക്കാൻ കിട്ടും. അതിങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുപോലെ നീളത്തിൽ എടുത്തിട്ട് ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുക. വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം നമ്മൾ ഇത് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്കിതിലേക്ക് പൊടി ഐറ്റംസ് ചേർക്കാം. മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് മഞ്ഞൾ പൊടിയാണ്. മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ചേർക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്. കുരുമുളകിൻ്റെ പൊടിയും ഞാനിതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനാവശ്യത്തിന് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. ഒരു 2 സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മാരിനേറ്റ് ചെയ്ത് ഏകദേശം നമ്മളൊരു 10-15 മിനിറ്റ് നേരം വെച്ചിരുന്നാൽ മതിയാവും. ഇതിൽ ഉപ്പ് അരിയൊക്കെ കുറച്ച് നേരം ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കാം. നമ്മൾ ആ ടൈമിൽ നമ്മൾ ഈ സലാഡിനാവശ്യമായ കാര്യങ്ങൾ എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ക്യാബേജ് എടുത്തിട്ടുണ്ട്. വെള്ള ക്യാബേജും എടുത്തിട്ടുണ്ട്. അതുപോലെ നീല ക്യാബേജും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതൊക്കെ അവൈലബിൾ ആണെങ്കിൽ ചേർത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാരറ്റാണ്, പിന്നെ ക്യാപ്സിക്കം, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുക്കുന്ന ക്യാബേജും എല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം ഇച്ചിരി നീളത്തിൽ അരിയണം കേട്ടോ. കുറച്ച് നീളത്തിൽ അരിയുക. ക്യാപ്സിക്കം എല്ലാം നീളത്തിൽ വേണം അരിയാനേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി എടുക്കുക. ഞാനിത് അരമുറി ക്യാപ്സിക്കമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മളിതിൻ്റെ അരിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അരി നമ്മളിതിലിടണ്ട. ഈ മുളകിൻ്റെ അരികളെല്ലാം നമ്മൾ റിമൂവ് ചെയ്തേച്ചിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്ന് അരിഞ്ഞ് വരാം. ആ ടൈമിൽ നമുക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിത്. പിന്നീട് നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഏകദേശം ഒരു 15 മിനിറ്റോളം കഴിഞ്ഞു. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഉപ്പരിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതേ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എണ്ണ. ഈ ചിക്കൻ എല്ലാം വറുത്തെടുക്കുന്നതിനാണ്. പക്ഷേ ഞാൻ കുറച്ച് എണ്ണയെ ചേർത്ത് കൊടുത്തുള്ളൂ. കാരണം നമ്മൾ ഡയറ്റ് നോക്കുമ്പോൾ ഒരുപാട് എണ്ണ അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ണവും വയറും ഒക്കെ കുറയ്ക്കാനാണല്ലോ നമ്മൾ ഡയറ്റ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ എണ്ണ അങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഈ ചിക്കൻ ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്യുന്നിടം വരെ ഉള്ള എണ്ണ മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഇതുപോലെ വറുത്തെടുക്കുക. ഒരു ബൗളിലേക്ക് ചിക്കൻ മാറ്റി കൊടുക്കുക. എനിക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് എണ്ണയൊന്നും ഇല്ല. ചിക്കൻ എന്നാൽ ഫ്രൈ ആയിട്ടുമുണ്ട്. അങ്ങനെ വലിയ ഫ്രൈ അല്ല, ഒരു ആവറേജ് ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യാനും പാടില്ല. പിന്നീട് നമ്മൾ ഈ പാനിലേക്ക് തന്നെ
കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതെന്ന് പറഞ്ഞാൽ നല്ലെണ്ണ തന്നെയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. അത് കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുക. അതും കുറച്ചേ ഒഴിക്കാവൂ കേട്ടോ, ലേശം എണ്ണയെ ഒഴിക്കാവൂ. പിന്നീട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ അത് ചേർക്കണം. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തെന്ന് ആദ്യമേ ഒന്ന് ചൂടാക്കിയെടുത്തു. പിന്നീട് നമ്മൾ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, അതുപോലെ ക്യാപ്സിക്കം, നീല ക്യാബേജ്, വെള്ള ക്യാബേജ്, ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസിനെല്ലാം ഉപ്പ് പിടിക്കട്ടെ. നമ്മൾ നേരത്തെ ചിക്കൻ വറുത്തെടുത്തപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് വറുത്തെടുത്തിരുന്നു. പക്ഷേ വെജിറ്റബിൾസിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് ചേർത്തത്. കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം. നല്ലതുപോലെ ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് മസാലയൊന്നും പിന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് വളരെ നല്ലൊരു റെസിപ്പിയാണ്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.